ഹലോ! അപ്പോൾ ഇന്ന് നമ്മൾ തിരുപ്പതിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഫാമിലിയായിട്ട് നമ്മൾ 4 പേരും കൂടിയാണ് പോകുന്നത്. നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. കായംകുളത്ത് നിന്ന് രാവിലെ 8:35-നുള്ള ശബരി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. ട്രെയിനിൽ കയറിയിട്ട് ആദ്യം തന്നെ കുഞ്ഞിനുള്ള ഫുഡ് റെഡിയാക്കുവാണേ. കാര്യം രാവിലെ പാല് മാത്രം കുടിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ആയപ്പോഴത്തേക്കും ആൾ വിശന്നിട്ട് നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഫുഡൊക്കെ കയ്യിൽ കരുതാറുണ്ട്. നെസ്റ്റം, സെർലാക്ക് അങ്ങനെയൊക്കെയുള്ളത്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ട്രെയിനിൽ നിന്നുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഇങ്ങനെയുള്ളതൊക്കെ കയ്യിൽ കരുതുന്നതാണ്. ഇവക്കാണെന്നുണ്ടെങ്കിൽ സെർലാക്ക് അത്ര ഇഷ്ടമല്ല. കൂടുതലായിട്ടും നെസ്റ്റമാണ് നമ്മൾ കൊടുക്കുന്നത്. വീട്ടിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാനിത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ട്രെയിൻ യാത്ര ആയതുകൊണ്ടും പിന്നെ ഒരു ലോങ് ട്രിപ്പ് ആയതുകൊണ്ടും ബനാനയൊക്കെ ഏത്തക്കയൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ ഇഡ്ഡലി സാമ്പാറുണ്ട്. അതൊക്കെ ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് വിശക്കുമ്പോഴത്തേക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ അന്നക്കുട്ടിയാണെങ്കിൽ കയറിയപ്പോൾ മുതൽ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്നാക്സൊക്കെ തീറ്റയാണ്. വീട്ടിലാണെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റും പുറത്തുനിന്നുള്ള ഫുഡൊന്നും അധികം വാങ്ങിക്കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ ചാൻസ് ആൾ നന്നായിട്ട് മുതലാക്കുന്നുണ്ട്. നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ക്ലാസ് AC അവൈലബിൾ ആയിരുന്നു. പിന്നെ കുട്ടികളുമൊത്തുള്ള യാത്രയിൽ പ്രൈവസി അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ് തന്നെയായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഒട്ടും ബോറടിക്കാതെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുള്ള ഒരു അടിപൊളി ഒരു യാത്രയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വാവയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. വരുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇത്രയും നേരം ആളിങ്ങനെ ഇരിക്കുമോ, വഴക്കില്ലാതിരിക്കുമോ എന്നൊക്കെ. പക്ഷേ ആണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവൾ നല്ല ഹാപ്പിയായിരുന്നു. പിന്നെ അന്നക്കുട്ടിയും ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു ഓരോന്നും കാണുമ്പോൾ. നമ്മൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ കാടും മലയും കുന്നും ഒന്നും നമുക്ക് കാണാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആളിന് ഭയങ്കര സന്തോഷമായിരുന്നു. അന്നമോളും ആദ്യമായിട്ടാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നത്. പണ്ടൊന്ന് പോയിട്ടുണ്ടേ. പക്ഷെ അന്ന് ചെറിയ കുഞ്ഞായിരുന്നു. അതൊന്നും ഇപ്പോൾ ആൾക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഓർമ്മ വെച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് IRCTCയുടെ ഔദ്യോഗിക ആപ്പായിട്ടുള്ള ഫുഡ് ഓൺ ട്രാക്കിൽ നിന്നാണ് നമ്മളിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് കൊണ്ടു തന്നത് സ്വിഗ്ഗിയാണ്. അപ്പം നമ്മുടെ കോച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ കൊണ്ടുതരും. അപ്പം 12:30 ആയപ്പോഴത്തേക്കും നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയായിട്ടാണ് നമുക്ക് കൊണ്ടു തന്നത്. നമ്മൾ വാങ്ങിയത് വെജ് ബിരിയാണിയാണ്. അപ്പോൾ അമ്പലത്തിലേക്കുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നോൺ വെജ് ഒന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വെജ് ബിരിയാണിയാണ് വാങ്ങിയത്. ഞാൻ ആദ്യമായിട്ടാണ് വെജ് ബിരിയാണി കഴിക്കുന്നത്. ഇത്ര ടേസ്റ്റുള്ള ഒരു ബിരിയാണി എനിക്ക് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് നമ്മളെ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കുന്നതിനേക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു വെജ് ബിരിയാണി. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ ഉറങ്ങി, ഞങ്ങളും ഉറങ്ങി കുറച്ച് നേരമേ. പിന്നെ തിരുപ്പതിക്ക് പോകുന്നവരൊക്കെ ഒരു 1.5 മാസം മുൻപെങ്കിലും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന സീറ്റ് കിട്ടണമെന്നില്ല. ഇപ്പം ഞങ്ങൾ ഒരു 4 ആഴ്ച മുൻപാണ് ബുക്ക് ചെയ്തത്. ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് ഫസ്റ്റ് ക്ലാസ് അവൈലബിൾ ആയിരുന്നു അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഇങ്ങോട്ട് വരാനായിട്ട് ഫസ്റ്റ് ക്ലാസ് അവൈലബിൾ അല്ലായിരുന്നു. ഓക്കെ, വേണ്ട, സെക്കൻഡ് ക്ലാസ് ഉണ്ടെങ്കിൽ അത് മതിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ക്ലാസ് അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ഉള്ളത് തേർഡ് ക്ലാസ്സും സ്ലീപ്പറും ആയിരുന്നു. അപ്പോൾ തേർഡ് ക്ലാസ്സിലാണെങ്കിലും 1-2 സീറ്റ് അവൈലബിൾ, നമുക്ക് അടുത്തടുത്തുള്ള 2 സീറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തോ ഭാഗ്യത്തിന് അത് ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് തേർഡ് ക്ലാസ് കിട്ടി. ഇനി ഇത് വല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീപ്പർ വരേണ്ടി വരും. അതിലാണെങ്കിൽ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്ലീപ്പർ വരാനായിട്ട്, പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ടുവരാനായിട്ട്. സമയാസമയത്ത് നമുക്ക് ഫുഡും കാര്യങ്ങളും ചായയും ഒക്കെ നമ്മുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരും. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മുടെ തിരുപ്പതി എത്തിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 11:30 ആയപ്പോൾ തന്നെ നമ്മൾ തിരുപ്പതിയിലെത്തി. അവിടെ നിന്ന് നമ്മൾ ലഗേജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓട്ടോ കയറിയിട്ട് വേണം റൂമിലെത്താനായിട്ട്. ഇവിടുന്ന് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. തിരുമലയിലേക്ക് ഒരുപാട് ബസ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഈ സമയത്ത് ഞങ്ങൾ 11:30 ആയപ്പോഴെത്തി. 12 മണിയാകുമ്പോഴത്തേക്ക് തിരുമലയിലേക്കുള്ള ആ ഒരു മുകളിലേക്ക് കയറുന്ന ഒരു ഡോറ് അവിടെ ക്ലോസ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ റൂം എടുക്കുകയാണിപ്പം. അപ്പോൾ റൂമിലോട്ട് പോകാനായിട്ട് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു റൂം കിട്ടിയാൽ മതിയെന്നായിരുന്നു. അപ്പോൾ ഓട്ടോക്കാരോട് പറഞ്ഞാൽ അവർ നമ്മളെ ഏതെങ്കിലും ഒരു റൂമിലെത്തിക്കും കേട്ടോ. നമ്മളെ കൊണ്ടുവിടുന്ന ഹോട്ടലിൽ നിന്ന് ആ ഹോട്ടലുകാർ ഓട്ടോക്കാർക്ക് ചെറിയൊരു കമ്മീഷനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ തിരുപ്പതിയിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഈ രാത്രിയിലാണെങ്കിലും നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഒഴിച്ചിരിക്കുന്നത് വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് മറ്റേ ലോറിയിലൊക്കെ കൊണ്ടുവന്നിട്ട് വെള്ളം ഒഴിക്കുന്നത് കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു പൊടിയൊക്കെ പറക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും. ഇപ്പോൾ ഈ ടൗണിലൊക്കെ ഇപ്പം ഇങ്ങനെ അഴുക്കൊക്കെ കിടക്കുന്നെങ്കിലും രാവിലെ ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല ക്ലീനായിട്ട് ഇട്ടേക്കുമായിരുന്നു.
ഇപ്പോൾ രാത്രിയിലത്തെ ഫുഡ് നമ്മൾ ട്രെയിനിൽ നിന്ന് തന്നെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും പനീർ കറിയുമായിരുന്നു. അപ്പം അത് വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, രാത്രിയിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴും ബസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും ഹോട്ടലൊക്കെ എപ്പോഴും രാത്രി ആയാലും ഇവിടെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുറത്തു നിന്നുള്ള ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രെയിനിലൊക്കെ വരുന്നവർക്കാണെങ്കിലും പുറത്തിറങ്ങിയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിലും എത്ര പാതിരാത്രി ആയാലും ഇവിടെ ഹോട്ടലുകൾ കാണും. അങ്ങനെ ദാണ്ട് ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി എന്നൊന്നും പറയാനില്ല. ബാത്റൂം ആണെങ്കിലും ഒക്കെ അത്ര പോരാ. ഈ നൈറ്റ് പിന്നെ നമുക്ക് വേറെ ഒന്നും അന്വേഷിച്ച് പോകാനും പറ്റത്തില്ല. പിന്നെ നൈറ്റ് ഫുഡ് നമ്മൾ ആൾറെഡി കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ചെന്ന് റൂമൊക്കെ കാണാതെ തന്നെ നമ്മളങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ നൈറ്റ് വേറെ അന്വേഷിച്ച് പോകാനും വയ്യല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ദാണ്ടേ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണേ. ഞങ്ങൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ പുറത്തു നിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ നമുക്ക് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നിടത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വേണം കഴിക്കാനായിട്ട്. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് ഹോട്ടലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലായിടത്തും നല്ല അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഇനി വൃത്തിയില്ലാത്തത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ കണ്ട ഹോട്ടലുകളൊക്കെ നല്ല ക്ലീനായിരുന്നു. അപ്പം ഞാൻ ഗീ റോസ്റ്റാണ് വാങ്ങിയത്. അന്നക്കുട്ടിയാണെങ്കിൽ മസാല ദോശയാണ്. അരുൺ ചേട്ടൻ പൂരിയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ഫുഡാണ്. പിന്നെ ഞങ്ങൾ റൂം എത്തിയിട്ട് അവിടെ നിന്നിട്ട് ചെക്കൗട്ട് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് നമുക്കിനി ഇവിടുന്ന് മാറിയിട്ട് വേറൊരു റൂം തപ്പണേ. ഓൺലൈൻ ത്രൂ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ ഈ താമസിച്ച ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് അമ്പലത്തിനടുത്തല്ല, കുറേ ദൂരം ഉണ്ടെന്നാണ്. അങ്ങനെ ബുക്ക് ചെയ്ത റൂം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ഹോട്ടലിൻ്റെ പേര് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടേക്ക് മാറാമെന്ന് വെച്ചു. ഇവിടുന്ന് മാറാനുള്ള കാരണം നമുക്ക് റൂം അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബാത്റൂമൊക്കെ ആണെങ്കിലും നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് അത്ര ഇഷ്ടമാകാഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. ഇപ്പം ഇനി 2 നൈറ്റ് കൂടി നമുക്കിവിടെ നിൽക്കാനുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സ്ട്രീറ്റുകളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ തുണിയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് പഴയ തുണികളാണ്. കണ്ടിട്ട് പഴയതുപോലെയാണ് തോന്നുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു അമ്പലമാണ്, അതിൻ്റെ മതിലാണ് കേട്ടോ. ഇതിങ്ങനെ ആരെങ്കിലുമൊക്കെ വാങ്ങുമായിരിക്കും, അതായിരിക്കുമല്ലോ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ദാണ്ടേ നമ്മൾ ഇനി താമസിക്കാൻ പോകുന്ന ആ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 2 ദിവസം നമുക്ക് താമസിക്കാനുണ്ട്. സഹാന ഗ്രാൻഡ് എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. പുറമേ നിന്ന് കണ്ടിട്ട് കൊള്ളാം. പിന്നെ നമ്മൾ റൂമൊക്കെ ഒന്ന് പോയി കണ്ടിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇവിടുത്തെ റൂമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഒന്നും പറയാനില്ല. നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ബെഡും ഷീറ്റും ഒക്കെയാണ് കേട്ടോ. ടി വി ഉള്ളത് കൊണ്ടാണെങ്കിൽ അന്നക്കുട്ടിയും ഹാപ്പിയാണ്. ബാത്റൂം ആണെങ്കിലും വളരെ ക്ലീൻ ആണ് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഉള്ള റൂമാണ്. മിററും ഹെയർ ഡ്രയർ വരെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാത്റൂമിൽ. പിന്നെ എനിക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കെറ്റിൽ. ഇത് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ചില റൂമിലൊന്നും ഇത് അവൈലബിൾ ആയിരിക്കില്ലല്ലോ. ഇവിടെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മളിത് ബാഗിൽ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റൂമിൽ കെറ്റിൽ അവൈലബിൾ ആയിരുന്നു. കുഞ്ഞിനാണെങ്കിൽ പാല് കൊടുക്കാനും കുറുക്കൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ചൂടുവെള്ളം വേണ്ടി വരും. അപ്പം ഞാൻ ഇത് ചൂടാക്കിയിട്ട് ഫ്ലാസ്കിൽ എപ്പോഴും കരുതാറുണ്ട്. എവിടെ പോയാലും എൻ്റെ കയ്യിൽ ചൂടുവെള്ളം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴും ആദ്യം ഞാൻ ചെയ്തത്, വാവ നല്ല ഉറക്കമാണേ, പിന്നെ വാവയെ കിടത്തിയിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അത് ഫ്ലാസ്കിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഇനി നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുള്ളത്, നാളെ ദർശനത്തിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എന്താണ്ട് ദർശനത്തിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പോവാണ്. നമുക്ക് പരിചയമുള്ള ഒരാൾ ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി നമുക്ക് വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ടാണ് ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾക്ക് പക്ഷേ നാളെയാണ് അമ്പലത്തിൽ കയറേണ്ടത്. അപ്പം വാവയുടെ തലയൊക്കെ മൊട്ടയടിച്ചിട്ട് വേണം കയറാനായിട്ട്. അപ്പം ഇന്ന് നമുക്ക് കയറാൻ പറ്റില്ല. പുള്ളിക്ക് നമ്മൾ പറഞ്ഞ ഡേറ്റ് തെറ്റിപ്പോയി. അങ്ങനെ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു. അപ്പം നമുക്കിനിയിപ്പം നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഞങ്ങൾ തന്നെ പോവാണ്. അപ്പം ദർശന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് 300 രൂപയാണെന്ന് തോന്നുന്നു ചാർജ് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് പക്ഷേ ക്യാഷ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ആൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ക്യാഷ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അധികം ക്യൂവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ 1:30 അവിടെ എത്തിയപ്പോൾ. ഉച്ചയ്ക്ക് 1:30 ആയപ്പോഴാണ് പോയി ടിക്കറ്റ് എടുത്തത്. 8 മണി മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം ബുക്കിംഗ് തുടങ്ങുന്നതിന് ഒരു ദിവസം നമുക്ക് ഒരു 15,000 പേർക്കാണ് ബുക്കിംഗ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം 15,000 പേര് ആയിക്കഴിഞ്ഞാൽ ടിക്കറ്റ്
ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ആയപ്പോൾ ചെന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലത്. ഞങ്ങൾ ഭൂദേവി കോംപ്ലക്സിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പം മല കയറാനായിട്ട്, അതായത് തിരുമല കയറാനായിട്ട് തുടങ്ങുന്നതിന് അടുത്തായിട്ടാണ് ഭൂദേവി കോംപ്ലക്സ്. ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട, നമ്മൾ മുതിർന്ന ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഒറിജിനൽ ആധാർ കാർഡും വേണം, നമ്മൾ നേരിട്ട് ചെല്ലുകയും വേണം, കാരണം നമ്മുടെ ഫോട്ടോ ഒക്കെ അവരെടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ് ഇതൊന്നുമില്ലാതെ നമുക്ക് ടിക്കറ്റ് എടുത്ത് തരാനും പറ്റും. നമുക്ക് പരിചയമുള്ളവരാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെയൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല ക്ലീനുമാണ്. അപ്പം ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്, തിരിച്ചെത്തി, റൂമിലെത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീൽസാണ് വാങ്ങിയത്. ഒരുപാട് കറികളുള്ള നല്ല അടിപൊളി ഫുഡാണ്. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല, എല്ലാം നല്ല ടേസ്റ്റ്. ഞാൻ കഴിച്ച ഫുഡുകളെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു തിരുപ്പതി ക്ഷേത്രമല്ലാതെ വേറെയും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. കാളഹസ്തി, പത്മാവതി ക്ഷേത്രം, അതുപോലെ ഗോവിന്ദസ്വാമി ക്ഷേത്രം, കപിലതീർത്ഥം, കല്യാണ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രം. ഇതൊക്കെ ഭയങ്കര പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ഈ അമ്പലത്തിലൊന്നും പോയില്ല. തിരുപ്പതി തിരുമല ക്ഷേത്രത്തിൽ മാത്രമാണ് പോയത്. കാരണം ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കുമല്ലോ, മിക്കവാറും തിരക്കായിരിക്കും. അപ്പം പിന്നെ ക്യൂ നിൽക്കേണ്ടി വരും. പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ക്യൂ നിൽക്കാൻ പറ്റാത്ത ഒരു ഇതായതുകൊണ്ടാണ്. പിന്നെ ചെറിയ കുട്ടിക്കാണെങ്കിൽ ചെറിയ പനിയും ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ അമ്പലത്തിലൊന്നും പോയില്ല. നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിൽ തന്നെയാണ് പോയത്. പിന്നെ ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞിട്ട് വെയിലൊക്കെ ഒന്ന് താറിയ ശേഷം നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ചു കേട്ടോ. അപ്പം ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൽസാണ്, ഞാൻ പറഞ്ഞല്ലോ, മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പുറത്തൊക്കെ പോകാമെന്ന് വെച്ചു. ഇവിടെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പുറത്ത് ഫോറസ്റ്റാണ്, ഫോറസ്റ്റിനോട് ചേർന്നൊരു ഒരു സുവോളജിക്കൽ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് ആ മലയുടെ മുകളിലാണ് തിരുപ്പതി ക്ഷേത്രം വരുന്നത്. ഇവിടെ നൈറ്റൊക്കെ മൃഗങ്ങളൊക്കെ വരാറുണ്ടെന്നാണ് പറയുന്നത്. വൈകുന്നേരം ഞങ്ങൾ അതിലെ പോയപ്പോഴത്തേക്ക് കാട്ടുപന്നികളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ മൃഗങ്ങളെ ഒന്നും ഞങ്ങൾ കണ്ടില്ല. ഇപ്പം രാത്രിയിലൊക്കെ പുലികളൊക്കെ വരാറുണ്ടെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ രാത്രിയിൽ മൃഗങ്ങളൊക്കെ വരാറുണ്ടെന്നും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ നടന്ന് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു അമ്പലം കണ്ടു, ഒരു ക്ഷേത്രം. അതും വളരെ നല്ല തിരക്കുള്ള ഒരു ക്ഷേത്രമാണ്. നല്ല പ്രസിദ്ധമായ, അവിടുത്തെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് വരുന്നുണ്ട് തൊഴാനൊക്കെ ആയിട്ട്. ഇതിൻ്റെ മെയിൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലായിട്ടാണ്. ഇതല്ല മെയിൻ ക്ഷേത്രം, കുറച്ച് ഉള്ളിലായിട്ട്. എൻ്റെ അവിടെയുള്ള ഒരു പാർക്കാണ് കേട്ടോ, മറ്റേ സുവോളജിക്കൽ പാർക്കിൻ്റെ തന്നെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു ഇതും. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വൃത്തിയാണ് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ തിരുപ്പതി എന്ന് നമുക്ക് തോന്നത്തില്ല. കാരണം ഭയങ്കര വൃത്തിയാണ്, അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. റോഡൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല ക്ലീൻ, ഒരു അഴുക്ക് പോലും ഇല്ലായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടാണ് അവർ നോക്കുന്നത് കേട്ടോ. ഇവിടെ വന്ന് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതിരുന്ന ഒരു സാധനം ദാണ്ട ഇപ്പോൾ അവൾ അന്നക്കുട്ടി കഴിച്ചതാണ് കേട്ടോ. ചോക്ലേറ്റിൻ്റെ ആ ഒരു സംഭവം ഒട്ടും കൊള്ളില്ലായിരുന്നു, ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. പിന്നെ ദാ ഞങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് പാനിപൂരിയൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടിരുന്നു കേട്ടോ. അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ ടേബിൾ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ പോയിരുന്ന് കഴിക്കാം. അപ്പം ഞങ്ങൾ ആ ഒരു ഷോപ്പിൽ പോയിട്ട് അതൊന്ന് വാങ്ങിച്ചു. ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ എന്ത് കഴിച്ചാലും വാവയ്ക്ക് വേണം, കൊടുത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും. കഴിക്കുന്ന സാധനം എന്ത് വാങ്ങിയാലും പുള്ളിക്കാരിക്ക് ആദ്യം കൊടുക്കണം, എന്നിട്ടേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന പാനിപ്പൂരി പോലെ അല്ല കേട്ടോ ഇത്, നല്ല ടേസ്റ്റാണ്. എനിക്ക് നാട്ടിലത് കഴിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. ഞാനൊരു പാനിപ്പൂരി ഫാനൊന്നുമല്ല. പക്ഷേ ഇവിടുത്തെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ പാനിപ്പൂരി കഴിച്ചപ്പോൾ ഞാനൊരു പാനിപ്പൂരി ഫാനായിട്ട് മാറി. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ചെറിയ കടകളിൽ പോലും നല്ല ക്ലീനാണ്, നല്ല വൃത്തിയാണ്. ഇവിടെ ഞാനൊരു ചായയും കൂടി വാങ്ങിയിരുന്നു. ഞാൻ ഒരു ചായ ഫാനാണ്, എനിക്ക് ചായ എപ്പോഴും വേണം, ചായ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. ഒരു ചായ അഡിക്റ്റാണ്. പക്ഷെ ഇവിടുത്തെ ചായ ഭയങ്കര മധുരമാണ്. അത്ര മധുരം എനിക്കിഷ്ടമല്ല, ഒരുപാട് മധുരം അങ്ങനെ ചേർക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഇവിടുത്തെ ചായയിലെല്ലാം കൂടുതലാണ്, കട്ടിക്കാണ് തരുന്നത്. പാല് നല്ല കട്ടിയാണ്, കടുപ്പത്തിൽ തേയിലയും കടുപ്പത്തിൽ മധുരവും ഒക്കെ ഇട്ടിട്ടാണ് തരുന്നത്.
അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡിന്നറിനുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ റൂമിൽ ചെന്നിരുന്ന് കഴിക്കാനായിട്ട്. ഇവിടെ വേറെയും ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, അപ്പുറത്തിപ്പുറത്തായിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചിരുന്ന് തന്നെ കഴിക്കാം. പക്ഷെ ഞങ്ങൾ വാങ്ങിയിട്ട് റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അരുൺ ചേട്ടന് കഴിക്കാനായിട്ട് ഈ കേഡ് റൈസ് ആണ് കേട്ടോ വാങ്ങിയത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേഡ് റൈസ് കഴിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപായിട്ട് എനിക്കിത് കഴിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടും ഞാനത് കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ കരുതിയിരുന്നത് തൈരിൽ ചോറിട്ട് വരുന്നതായിരിക്കും തൈര് സാദം എന്നാണ്. പക്ഷേ എൻ്റെ കണക്കൂട്ടലുകളൊക്കെ പിഴച്ചു. തൈരിൽ ചോറ് മാത്രമല്ല ഇട്ട് തരുന്നത്, ഫ്രൂട്ട്സും പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അതുപോലെ നട്ട്സും ഒക്കെ ചേർത്തിട്ടാണ് തരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് റവ ദോശയാണ് കേട്ടോ. ഇതും അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ എന്റെ തിരുപ്പതി ദർശനം നടത്തുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ മറക്കരുത്.